VSP മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 2024 വർഷത്തിൻ്റെ ഈ അവസാന നാളുകളിൽ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപേ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്തുള്ള റേഷൻ കാർഡ് ഉടമകൾ മുൻഗണന ഉണ്ടായിട്ടും നീല വെള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്നവർ ഇപ്പോൾ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുവാനുള്ള പുതിയ അപേക്ഷകൾ ഓൺലൈനായി നൽകാൻ സാധിക്കും. അതോടൊപ്പം 3 മാസം തുടർച്ചയായി റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്ത മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരെ, അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കി പൊതുവിഭാഗം റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതാണ്. അതിനാൽ തുടർച്ചയായി കഴിഞ്ഞ 2 മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റാത്തവരുണ്ടെങ്കിൽ ഈ മാസം നിർബന്ധമായും റേഷൻ വിഹിതം വാങ്ങാൻ ശ്രദ്ധിക്കുക. അഥവാ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് റേഷൻ വിഹിതം വാങ്ങാൻ സാധിച്ചില്ല എങ്കിൽ ആ വിവരം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസറെ അറിയിക്കുകയും താൽക്കാലികമായി റേഷൻ വിഹിതം നിർത്തിവെക്കാൻ സാധിക്കുന്നതുമാണ്. ഇങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും റേഷൻ കാർഡ് മാറ്റപ്പെടുകയുമില്ല. ഇതുകൂടാതെ മുൻഗണനാ റേഷൻ കാർഡുകാർ ഇതുവരെ മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിൽ ഡിസംബർ 31 മുൻപ് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഡിസംബർ 31 വരെയാണ് അവസാന തീയതിയായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള മസ്റ്ററിംഗ് സമയപരിധി. മറ്റൊരു പ്രധാന അറിയിപ്പ്, അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ തെളിമ ബോക്സിലൂടെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള അന്വേഷണവും അധികം വൈകാതെ തന്നെ നടപടിക്രമങ്ങളും എടുക്കുവാൻ സർക്കാർ സിവിൽ സപ്ലൈസ് ഓഫീസർമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇതുപോലെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു പ്രധാന അറിയിപ്പുമായി വീണ്ടും കണ്ടുമുട്ടാം.